അപ്പോൾ പറഞ്ഞു നടന്നാൽ മതി ദൈവമേ 35 വയസ്സ് ഇത് എങ്ങനെയെങ്കിലും നടന്നാൽ മതി, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നിങ്ങൾ പെണ്ണെ കണ്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവൻ്റെ വീട്ടിലേക്ക് ഈ പെണ്ണിൻ്റെ വീട്ടുകാർ വരികയാണ്. അപ്പോൾ വരുന്ന സമയത്ത് ഈ പരിചയപ്പെടുത്തല്ലോ ചേട്ടാ, എന്താണ് മറ്റേ എന്താ പറയുക, ഇത് പെണ്ണിൻ്റെ അച്ഛൻ, പെണ്ണിൻ്റെ അനിയൻ, ചിറ്റപ്പൻ, വല്യച്ഛൻ എന്ത് ചെയ്യുന്നു, അപ്പം ഇങ്ങനെ ജോലിയൊക്കെ പറയുമല്ലോ. അപ്പം ഇതും പറഞ്ഞു പെണ്ണിൻ്റെ ചെക്കൻ്റെ അനിയൻ, ചിറ്റപ്പൻ. അപ്പം ഇവർ ചെക്കൻ്റെ വീട്ടുകാർ പറഞ്ഞേ, അതെ ഞങ്ങൾക്ക് സ്ത്രീധനം ഒന്നും പ്രശ്നമല്ല, പെണ്ണിനെ തന്നാൽ മതി, അത് മാത്രമാണ് ഞങ്ങളുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലും നിങ്ങളെന്ത് കൊടുക്കും? അവർ പറഞ്ഞ് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ പെണ്ണിന് ഒരു 25 പവനും ഒരു 2 ലക്ഷം രൂപയും കൊടുക്കും. അപ്പോൾ ഉടനെ ഒന്നും വേണമെന്ന് പറഞ്ഞ ചെക്കൻ്റെ അച്ഛൻ പറയും ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. ഇവരെല്ലാവരും കൂടെ നേരെ പേരയുടെ പറയും വന്നിട്ട് ശരി അതെ പിന്നെ ഞങ്ങളൊരു 2-3 പെണ്ണുങ്ങളോട് ഇറക്കി വിട്ടത്, അപ്പം ഞങ്ങൾക്കൊരു 30 പവനും ഒരു 3 ലക്ഷം രൂപയും കിട്ടും. ഉടനെ ഇവർ നമ്മൾ ഞങ്ങളൊന്ന് ആലോചിക്കുന്നുണ്ട്. ഇവർ പേരയുടെ പറയും പോയിട്ട് ലാസ്റ്റ് സംഭവം ഈ ആലോചന കൂടി പെണ്ണിൻ്റെ ചെക്കൻ്റെ അച്ഛനെ തലയിടിച്ച് കൂട്ടി പിറക്കി വിട്ടിട്ട് മൊത്തം ആലോചനയായി, മനസ്സിലായോ? ആൾക്കാർ ഫുള്ള് കൂട്ടാലോചന ഉണ്ട് ഇവിടെ. ലാസ്റ്റ് എല്ലാവരും തളർന്ന് എല്ലാവരും ഇരിക്കുകയാണ്. അപ്പം ഇവൻ പറയാ എനിക്ക് പറയാനുണ്ട്. ഉടനെ അമ്മ പറയും ഉണ്ടായിട്ടാ മാമൻ പറഞ്ഞ കേട്ടില്ലേ. ഒരു സ്വാതന്ത്ര്യം ഇല്ലാണ്ട് അവർ പറഞ്ഞു ഈ കല്യാണം ഞങ്ങൾ ആലോചിച്ചിട്ട് ഞങ്ങൾ പറയാമെന്നുകൊണ്ട് ഈ കല്യാണം അലസി. ഇവനോട് പറഞ്ഞടാ സംഗതി അലമ്പായി, എൻ്റെ കല്യാണം പോയി, ഇനി എൻ്റെ വീട്ടുകാർ എന്നെ കെട്ടിക്കില്ല, ഈ സ്ത്രീധനമൊക്കെ ആരുടെ കണ്ടുപിടിച്ചത്, എനിക്ക് വേണ്ട സ്ത്രീധനം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഉറ അടിക്കണമല്ലോ. ഞാൻ പറഞ്ഞു ഇന്ന് 1-ാം തീയതി രക്ഷയൊന്നുമില്ല, നമുക്ക് വേണേൽ മറ്റേ പുള്ളി ചായക്കുണ്ട്, ചായക്കടയിൽ പോയി ഒന്നരടിച്ച ഫീലാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ ചായക്കടയുടെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഒരു പുരാതനമായ ചായക്കടയാണ്. ഈ പ്രാവശ്യം ബാറ് വിളിക്കണം എന്ന് പറഞ്ഞിട്ടും ചായക്കട വിളിക്കാൻ പറ്റില്ല, ഹെറിറ്റേജ് ആണത്. ആ പഴയ അലമാരയും സംഗതികളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഇപ്പോഴും കടിക്ക് 5 രൂപ, ചായക്ക് 5 രൂപ, വില കൂട്ടിയിട്ടേ ഇല്ല. പെട്രോളിനും ഡീസലിനും എത്ര വില കൂട്ടിയാലും പുള്ളി വില കൂട്ടത്തില്ല. ഇപ്പം എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ പക്കൂർച്ചേട്ടൻ വന്നിട്ട് ചേട്ടാ 2 ചായ എന്ന് പറഞ്ഞാൽ ചായ തരും, പുള്ളി അപ്പോൾ വെള്ളം കോരാൻ പോകും. കാരണം ഈ വെള്ളം കോരാൻ പോയിട്ട് വേണം പുള്ളിക്ക് കണക്കൂട്ടാൻ.